ഇത് നമ്മുടെ 9th ഡേ ചാലഞ്ച് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് റൈറ്റിംഗ്, അതിനെ ഫോക്കസ് ചെയ്തിട്ടും പിന്നെ ഒരു ജാം ടെക്നിക്കുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിലെ എല്ലാ ദിവസവും നിങ്ങൾ അതൊരു ദിനചര്യയുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോവുകയും വേണം. നമ്മൾ 8th ഡേയിൽ എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. കമ്മ്യൂണിക്കേഷന് 4 പില്ലേഴ്സ് ആണുള്ളതെന്നും അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ലിസ്ണിംഗ്, പിന്നീട് അത് സ്പീക്ക് ചെയ്യുക, ദെൻ നമ്മൾ അതൊന്ന് റൈറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫോർമാറ്റ് പറഞ്ഞിരുന്നത്. 8th എപ്പിസോഡ് ഒന്ന് കേട്ട് നോക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 3rd and 4th പില്ലേഴ്സ് ആയിട്ടുള്ള റീഡിംഗ്, റൈറ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്റ്റഫ് നിങ്ങൾ വായിക്കണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ന്യൂസ് പേപ്പർ വായിക്കണം, ആർട്ടിക്കിൾ വായിക്കണം, അതുപോലെ സ്പീച്ചസ് വായിക്കണം എന്നൊന്നും ഞാൻ അങ്ങനെ കണിശമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് വായിച്ചാലാണോ മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള സ്റ്റഫ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പകുതിക്കിടും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ബാലികേറ മലയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കരുത്. ഹിമാലയൻ ടാസ്കുകൾ ഏറ്റെടുക്കരുത്. അത് പകുതിക്ക് വിട്ടേച്ച് കളയും നിങ്ങൾ. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് റീഡ് ചെയ്താൽ മനസ്സിലാകും? അത് മോറൽ സ്റ്റോറി ആണോ, അതോ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റഫ്, അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും, ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പാഠമോ അല്ലെങ്കിൽ ഒരു കഥ മൊത്തത്തിലൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുവെച്ചാൽ വായിക്കാം. ഇനിയിപ്പോൾ സീരിയസ് ആയിട്ടുള്ള ന്യൂസും അല്ലെങ്കിൽ ആർട്ടിക്കിളോ എഡിറ്റോറിയൽ ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളൊരു ബേസിക് സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയണത്. എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ ടാസ്കുകളിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സെലക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റീഡിംഗ് സ്റ്റഫ് വായിക്കാൻ എടുക്കുക. ഒരു പേജ് ആയാലും മതി. അപ്പൊ റീഡിംഗ് എന്തായി? നിങ്ങളത് വായിക്കുക, മനസ്സിൽ വായിക്കുക, അതോടൊപ്പം ഇച്ചിരി ഉച്ചത്തിൽ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് നിങ്ങളൊന്ന് എഴുതുക. നിങ്ങൾ എന്താണോ വായിച്ചത് അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇതിന്റെ ചുരുക്ക രൂപത്തിൽ നിങ്ങൾക്ക് അതൊരു 2 or 3 സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു പാരഗ്രാഫ് പോലെയൊക്കെ എഴുതാൻ പറ്റിച്ച് എഴുതാം. നമ്മൾ 8th എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾ എന്താണോ ലിസൺ ചെയ്തത് അത് സ്പീക്ക് ചെയ്യാനും അത് തന്നെ റൈറ്റ് ചെയ്യാനും അതൊന്ന് റീഡ് ചെയ്ത് നോക്കാനുമാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന കാര്യം അത് മാത്രമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കഥ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ, ഒരു പേജ് ആയാലും മതി, നിങ്ങളത് വായിക്കാൻ എടുക്കുക. അത് വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളതൊന്ന് എഴുതുക. ഓക്കെ, ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എന്നും ഡയറി എഴുതണം. അത് ഇന്ന് മാത്രമല്ല, ഇനി മുന്നോട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ദിനകൃത്യങ്ങളുണ്ടല്ലോ. എന്നും രാവിലെ ഇത്ര മണിക്ക് എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന റുട്ടീൻസ് എഴുതണ്ട. അതിനകത്ത് പ്രത്യേകതയൊന്നും ഇല്ലല്ലോ, അതൊന്നും നിങ്ങൾ ചെയ്യണമല്ലേ. അതല്ല, എല്ലാ ദിവസവും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു വിഷമമുള്ള കാര്യം ഉണ്ടായോ, ഒരു നല്ല സന്തോഷമുള്ള കാര്യം ഉണ്ടായോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്ത് വെക്കാൻ തക്ക വിധത്തിലേക്കുള്ള ഒരു മാറ്റർ ഉണ്ടായോ? ഇനി അതൊന്നുമില്ല, വെറും ഒരു നോർമൽ ഡേ ആണ്, എന്നാലും അതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പോയ ചിന്തകൾ, അത് പോസിറ്റീവ് തോട്ട്സ് ആകാം, നെഗറ്റീവ് ആകാം, ന്യൂട്രൽ ആകാം, ആരും കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ അതൊരു ഡയറിയിൽ എഴുതി വെക്കുക, അല്ല അതിനു വേണ്ടി ഒരു ബുക്ക് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും നടന്ന കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ എഴുതുക. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് റൈറ്റ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, നിങ്ങൾ വായിച്ച ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു പേജ്, ഇംഗ്ലീഷിലാവണം. ആ വായിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലായത് ചുരുക്കം എഴുതി വെക്കുക. അതൊരു ടാസ്ക് ഉണ്ട്. അതുപോലെ എല്ലാ ദിവസവും ഇനി അങ്ങടേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് നടന്നോ, ആരെങ്കിലും വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങടേക്കെങ്കിലും പോയോ, എന്തെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ വളരെ ഓർത്ത് വെക്കാൻ പറ്റണം, അങ്ങനെ എന്തും ആവാം, വാട്ട് എവർ, നിങ്ങളത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡയറി എഴുതണം. ഈ 2 കാര്യങ്ങളുമാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇവിടെ ഓവർ ആവുകയാണ്. ഇനി ഒരൊറ്റ ടാസ്കും കൂടിയാണ് നിങ്ങൾ 9th ഡേയിൽ ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നത്. 9th ഡേ മാത്രമല്ല, മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ 8th, 9th എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. ഇന്ന് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടും ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടാസ്ക് ജാം ആണ്. ബ്രെഡിൽ തേച്ച് കഴിക്കുന്ന ജാം അല്ല, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ജാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഞാൻ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ എങ്ങടേക്ക് പോകണം? മിററിന്റെ മുമ്പിലേക്ക് പോവാം. മിറർ ടോക്ക് നടത്തുക. എന്താ മിറർ ടോക്ക്? കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇതിപ്പോ എല്ലാ ദിവസവും സംസാരിക്കണം എന്ന് മാത്രം പോരല്ലോ. അത് 1 മിനിറ്റ് സംസാരിച്ചാൽ മതി.
മലയാളത്തിലാണെങ്കിൽ 1 മിനിറ്റ് അല്ല എത്രയും പറയാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. 1 മിനിറ്റ് ഒന്നും ചിലപ്പോൾ ആദ്യത്തെ ദിവസം പറ്റില്ല, ഇന്ന് പറ്റില്ല, അതുപോലെ ഇനിയിപ്പോ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 1 മിനിറ്റ് എത്തിക്കൊള്ളണമെന്നില്ല. ഏതാനും സെക്കൻഡുകളൊക്കെ പറയാനുള്ളതേ കിട്ടുള്ളായിരിക്കും. പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ പറയുന്ന, ഇങ്ങനെ ചിന്തിച്ച് പറയുന്ന അല്ലെങ്കിൽ ലാഗ് ഇട്ട് പറയുന്ന വാക്കുകൾ കിട്ടാതെ, വാചക ഘടന കിട്ടാതെ, എങ്ങനെ കണക്ട് ചെയ്യാന്ന് മനസ്സിലാകാതെ നിങ്ങൾ സ്റ്റക്ക് ആകും. കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് 1 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കാം. എന്ത് അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം വേണമെന്നൊന്നുമില്ല. അങ്ങനെ പറ്റുവെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ വിഷയം ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുത്ത് സംസാരിക്കാം. ഫാമിലിയെ കുറിച്ച് സംസാരിക്കാം, വില്ലേജിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യില്ലേ, അതിനകത്ത് നമ്മൾ ഒരാളോട് പറയാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കില്ലേ മലയാളത്തിൽ അല്ലെ, നമ്മൾ നമ്മുടെ ഭാഷയിൽ, അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാക്കിയാൽ മതി. എന്നിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്തിനാ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് എത്ര സമയം സംസാരിക്കാൻ പറ്റും. തെറ്റിക്കോട്ടെ, ഗ്രാമർ മിസ്റ്റേക്ക് കാര്യമാക്കണ്ട, ആലോചന കാര്യമാക്കണ്ട, ലാഗ് കാര്യമാക്കണ്ട. ഇടയ്ക്ക് കിട്ടാതെ പോയത് സാരമില്ല. ഇടയ്ക്ക് ചില മലയാളം വേർഡ്സ് കയറി വന്നിട്ടുണ്ടാകും, നിങ്ങൾക്ക് കറക്റ്റ് സെന്റൻസ് അല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ, ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ 1 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിച്ച ഒരു റെക്കോർഡിങ് വോയിസ് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇന്ന് വെക്കുന്നു, നാളെ തുടർന്ന് വെക്കുന്നു, ഇതേപോലെ നിരന്തരം എല്ലാ ദിവസവും വെക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 10 സെക്കൻഡ് പറയാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് 20 സെക്കൻഡ് ആയി കാണും. 1 മിനിറ്റ് എന്നാണ് നമ്മുടെ മിഷൻ കേട്ടോ, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിലും കൂടുതൽ എത്തും നിങ്ങൾ. ഓക്കെ, നിരന്തരമായിട്ട് ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും 1 മിനിറ്റിൽ കൂടുതൽ സമയം നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. 1 മിനിറ്റ് എന്നാണോ നിങ്ങൾ എത്തുന്നത്, ഇന്ന് തന്നെ തുടങ്ങിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് 1 മിനിറ്റ് സംസാരിക്കാൻ പറ്റിയ ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് യു. അത് പറ്റിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട. എപ്പോഴാണോ നിങ്ങൾ 1 മിനിറ്റ് നിങ്ങൾ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു വിഷൻ, ആ ഒരു മിഷനിലേക്ക് എത്തിപ്പെടുന്നത്, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക, ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുക. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം അത് ചെയ്യുക. കാരണം 1 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഇംഗ്ലീഷിൽ, ചില്ലറ കാര്യമല്ല. ഇനി 1 മിനിറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് നിർത്തരുത്. എനിക്ക് 1 മിനിറ്റ് പറ്റുന്നുണ്ടല്ലോ, ഇനിയിപ്പോ ഞാനതൊന്നും നോക്കണ്ട എന്നല്ല. ഫ്ലോ വരുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ഈ റെക്കോർഡിങ്സ് എല്ലാ ദിവസവും ചെയ്യണം. അപ്പൊ ആദ്യത്തെ ദിവസം പോലെ ആയിരിക്കില്ല സെക്കൻഡ്, ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത പോലെ ആയിരിക്കില്ല സെക്കൻഡ്, മൂന്നാമത്തെ ദിവസം അതിലും കൂടുതൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഒരു പക്ഷേ വരുമായിരിക്കും, ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ വന്നിട്ടുണ്ടാവും. എന്താപ്പോ ദെൻ സോ വാട്ട് നെക്സ്റ്റ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ വരുമല്ലോ, ഫില്ലേഴ്സ് അല്ലെ, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സാധനങ്ങൾ. അതൊന്നും ഇല്ലാതെ ആലോചന വരാത്ത വിഷയം നിങ്ങൾക്ക് വളരെ ഫ്ലോ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. റെക്കോർഡിങ് നിങ്ങൾ തന്നെ കേട്ടാൽ മതി, അപ്പൊ അത് വരും. ദെൻ അത് സംഭവിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് ആയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ദിവസം നിങ്ങളുടെ വിഷൻ എന്തായിരിക്കണം, നിങ്ങൾ എന്താണ് വെക്കേണ്ടത്, നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട്, നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ട്, എയിം ആയിട്ട് വെക്കേണ്ടത് 1 മിനിറ്റിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾക്കിപ്പോൾ എന്താണ്, നിങ്ങളൊരു ബേസിക് ലേണേഴ്സ് എന്നുള്ള നിലയ്ക്ക്, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് 1 മിനിറ്റ് എത്തിയാൽ തന്നെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. 1 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുക. ഇന്ന് ആലോചിക്കണം, നാളെ ഞാൻ എന്ത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുക. ഇനി ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ പിന്നെ എന്താ, വാട്ട് ഷാൾ ഐ ഡു, വാട്ട് ഷാൾ ഐ സേ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഇൻ ഇംഗ്ലീഷ്, ഓ മൈ ഗോഡ് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ചിന്തകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാക്കാം. ടോപ്പിക്കിന്റെ വേണമെന്നില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനുള്ള മലയാള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അങ്ങനെ ജസ്റ്റ് എ മിനിറ്റ്, ഇതാണ് അടുത്ത ആക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് LSRWലെ RW റീഡിങ്ങും റൈറ്റിങ്ങും ഫോക്കസ് ചെയ്തിട്ടുള്ള 2 ആക്ടിവിറ്റി പറഞ്ഞു. അതുപോലെ ജാം ടെക്നിക് സംസാരിക്കുന്നതിന് മിററിന്റെ മുമ്പിൽ വന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആക്ടിവിറ്റിയും പറഞ്ഞു. ഈ 2 ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് ചെയ്യുക. 9th ഡേ മാത്രമല്ല, തുടർന്ന് നിങ്ങളുടെ ലൈഫ് ലോങ്. കാരണം ഒരു ഭാഷ പഠിക്കുകയാണ്, നമുക്ക് അതിനൊരു ടച്ച് ഉണ്ടാവണം. നീ മനസ്സിലാക്കി വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയാലും ഫ്ലോ വന്നാൽ നിർത്തരുത്, മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കുക. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഗ്രാമർ പോലും നിങ്ങൾ അറിയാണ്ട് മെച്ചപ്പെടും. കാരണം എന്താ അറിയോ, നിങ്ങൾ ഈ റീഡ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചുരുക്കി എഴുതിയില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പുതിയ വേർഡ്സ് കിട്ടിയിട്ടുണ്ടാവും. ആ വേർഡ്സും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥമൊക്കെ കണ്ടെത്തിയിട്ട് ഗൂഗിളിലോ മറ്റേ ട്രാൻസ്ലേറ്ററിലോ മറ്റേതെങ്കിലും AI ടൂൾസിന്റെ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തോരം വൊക്കാബുലറി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകും അല്ലെ. നിങ്ങളത് എഴുതി വെച്ചിട്ട് അതൊരു ബുക്കാക്കി മാറ്റിയാൽ അല്ലെ, നിങ്ങൾ ഓരോ ദിവസവും വായിക്കുന്ന സ്റ്റഫിൽ നിന്ന്, വായന വിഭാഗം എന്താണോ നിങ്ങൾ വായിക്കുന്നത് അതിൽ നിന്ന് കിട്ടിയ കാര്യം നിങ്ങൾ ചുരുക്കി എഴുതുന്നു എന്ന് പറഞ്ഞതുപോലെ അത് നിങ്ങൾ സെന്റൻസ് ആയിട്ടാണല്ലോ എഴുതുക.
അതുപോലെ നിങ്ങൾ വായിച്ചതിൽ നിന്ന് കിട്ടിയ പുതിയ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ള വാക്കുകൾ അതിന്റെ അർത്ഥം ഉൾപ്പെടെ എഴുതി വെക്കുക. കുറേ നാൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വേർഡ്സ് അതിനകത്ത് വേർഡ്സ് കളക്ഷൻ വന്നിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ ലിസ്ണിങ്ങും സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും പക്കയായി കഴിയുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് എല്ലാം ഇല്ലാണ്ടാവും. പതിയെ അതുപോലെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. ഐ ഡാം ഷുവർ ദാറ്റ്. കാരണം എനിക്ക് ഉറപ്പാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഞാൻ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അത് അത്രയും പറയണത്. ഓക്കെ, നിങ്ങളത് ചെയ്യുക കൃത്യമായിട്ട്. ഷബ്ന ഷാഡോക്സ് മാജിക് ഇംഗ്ലീഷിന്റെ ഈ ഒരു പ്ലേലിസ്റ്റ് കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, തുടർന്നും പ്രാക്ടീസ് ചെയ്യുക. ലാസ്റ്റ് എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.